തിരുപ്പതി കണ്ട ആട്ടോക്കാരന്മാരെ കൊണ്ട് വെള്ളം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓവർ ബ്രിഡ്ജ് വഴി നടക്കുകയാണ്. ഇവിടെ എല്ലാം ചോറ് വാച്ച് അവിടെ കളഞ്ഞിട്ട്. അപ്പോൾ ഓവർ ബ്രിഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ലോഡ്ജ് തിരക്കി നടക്കുകയാണ്. ലോഡ്ജ് ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ലോഡ്ജ് എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് പോണത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ശല്യമാണ്. ആട്ടോക്കാരന്മാരും കാറുകാരന്മാരും കൊണ്ടുവന്ന് ഭയങ്കര ഹാണടി ഒരു ബഹളമാണ്. ഒരു ബഹളമുള്ള ഈ ഏരിയ തന്നെയാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞങ്ങൾക്ക് തിരുപ്പതിയിലെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മൾ റൂമെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ഗല്ലിയിലോട്ടാണ് പോക്ക്. റൂമൊക്കെ എടുത്ത് ഇവിടെ മുകളിൽ വന്നിട്ട് റൂമെടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ വേറെ റൂമിലാണ്. 20 പേരുള്ളതുകൊണ്ട് സ്ത്രീകളെല്ലാം കൂടി ഒരു റൂമിൽ, 2 റൂമിൽ, ബാക്കി പുരുഷന്മാരിൽ 2 റൂമിൽ. അപ്പം ഞാൻ ഫ്രഷായി ഫസ്റ്റിൽ ഇറങ്ങി ഈ കടയിൽ നിന്നൊരു ചായയൊക്കെ വാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിപ്പോൾ 3:30. ഇതാണ് കട ഇല്ലേ, ആ തെരുവാണ്. തെരുവിനൊന്നും യാതൊരു വൃത്തിയുമില്ല. ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട്. ഒരു തട്ടുകട ലൈവ് പുട്ടാണ്, നല്ല പുട്ടാണ് തോന്നുന്നു. പക്ഷേ വൃത്തിയാണ് ഒരു രക്ഷയില്ലാത്ത. തിരുപ്പതിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കോംപ്ലക്സാണ് ഈ പണിയുന്നത്. പുതിയ കോംപ്ലക്സ്, തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കോംപ്ലക്സ് ആണ്. തെരുവാണ് കണ്ടോ. 24 മണിക്കൂർ ഇവിടെ ഇതുപോലെ ജനമായിരിക്കും. ഇവിടെ രാവെന്നോ പകലെന്നോ ഇല്ല. മണിക്കൂറും ജനം വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പല ഇന്ത്യക്കകത്ത് വിദേശത്തു നിന്നൊക്കെ പല രാജ്യത്തു നിന്നും ഒക്കെ ജനങ്ങൾ ഇവിടെ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രമാണ് ഈ തിരുപ്പതി ക്ഷേത്രം. ഇത് ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളുമൊക്കെ കടത്തി വെട്ടിയെന്നാണ് ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഉള്ളൊരു ഓവർ ബ്രിഡ്ജാണ് ആ കാണുന്നത്. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളൊരു ഓവർ ബ്രിഡ്ജാണ്. ഞങ്ങൾ അതുവഴി ആണ് ഇപ്പുറത്തിറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ജൂണിലൊക്കെ വന്നപ്പോൾ താഴെ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനേ ഉള്ളായിരുന്നു. ഇന്ന് വന്നത് അപ്പുറ സൈഡ് ഇറങ്ങിയിട്ട് ഈ ഓവർ ബ്രിഡ്ജ് വഴിയാണ് കയറി വന്നത്. ഈ ഗല്ലിയിലാണ് റൂം എടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തേക്ക് റൂം എടുത്തെന്ന് പറഞ്ഞാൽ താൽക്കാലികം മാത്രമേ. അത് വന്ന് കയറി ജസ്റ്റ് വന്ന് കുളിച്ച് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ റൂം എടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിറങ്ങി പോവുക വേണ്ടി ഒരു കുറഞ്ഞ തുകയ്ക്കുള്ള റൂമാണ് നമ്മളെ കൊണ്ടുവന്ന പാർട്ടി എടുത്തേക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾക്ക് ടോക്കണുള്ളതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും. ഒരു 11 മണിയോടെ വരാൻ പറ്റും. വന്നിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് റെനിഗുണ്ട അല്ല കാളഹസ്തി എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നമ്മൾ റൂം എടുക്കും. അവിടെ റൂം എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നാളെ ഉച്ചയ്ക്കാണെന്നാണ് ട്രെയിൻ. അവിടെ റെനിഗുണ്ട എന്നാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇതാണ് ആ റൂമിൻ്റെ ഓഫീസിൻ്റെ. വേണ്ട, ഈ സ്റ്റെയറിൻ്റെ അടിയിൽ കണ്ടില്ലേ, സ്റ്റെയർ വഴി കയറി അങ്ങ് മുകളിൽ പോകണം. മുകളിൽ പോയിട്ട് അവിടെയാണ് മൊത്തം 4 റൂമാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഈ 2 റൂമിൽ കുറച്ച് ആൾക്കാരുണ്ട്, സ്ത്രീകളാണ്. പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ, വേറെ ആൾക്കാർ. ഇതാണ് റിസപ്ഷനിസ്റ്റാണ് പോയത്. കേരള ചോദിച്ചാണ്.
ആള് നമ്മളാ കൊണ്ടുവന്ന പാർട്ടി ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലോട്ട് ബസ്സിൽ കയറാനായിട്ട് അങ്ങോട്ട് പോകണം എങ്ങോട്ട് നമുക്ക് പോകാനുള്ള ബസ് ഇവിടെയാണ്. പക്ഷേ കടകളില്ല. ഇപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് വന്ന് ഇനി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കും. അതായത് AC ബസ്സിന് 220 വരെയാണ് പോയിട്ട് തിരിച്ച് വരണേന്. അപ്പോൾ അവിടെ നിന്ന് AC ബസ്സിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ ആകെ ബസ്സും ഓട്ടോറിക്ഷയും കൊണ്ട് ഒരു ബഹളമാണ്. ഇപ്പം നമ്മൾ തിരുപ്പതിയാണ്. ഇവിടെ നിന്ന് തിരുമല എന്നുള്ള സ്ഥലത്താണ് പോകേണ്ടത്. അവിടെയാണ് ഈ തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രം, വെങ്കടാചലപതി ക്ഷേത്രം ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന പാർട്ടി ബസ് ടിക്കറ്റ് എടുക്കാനായിട്ട് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് AC ഇല്ലാത്ത ബസ്സിനാണെങ്കിൽ 90 രൂപയുള്ള ഒരാൾക്ക് ഒരു സൈഡ് 150 രൂപ. അതായത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനകത്ത് എപ്പോഴാണെങ്കിലും അടുത്ത ബസ്സിൽ കയറി വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റാണ് എടുക്കുന്നത്. ബസ്സിലാണെങ്കിൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇല്ല. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് പോകും. നമ്മളെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാണ് നമ്മളെ ടിക്കറ്റ്? ബസ് ടിക്കറ്റാണ്. ആൾക്ക് എത്ര രൂപയാണ്? 18.